നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ പല ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പോയിട്ടുണ്ട്, പക്ഷേ നിന്നെ പോലെ ഒരു കുട്ടിയെ ആദ്യമായി കാണുകയാണ്. യു ആർ എ ബ്രേവ് കിഡ്. മുഹമ്മദ് ഹാനിയെ ചേർത്ത് പിടിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞു. പൊട്ടിക്കരഞ്ഞുപോയ ഹാനിയുടെ തലയിൽ തഴുകി പ്രിയങ്ക ഗാന്ധിയും ആശ്വസിപ്പിച്ചു. ഇരുമ്പ് കമ്പി തട്ടി കഴുത്തിൽ രൂപപ്പെട്ട പാടിൽ വിരലോടിച്ചു. ഉരുൾപൊട്ടിയെത്തിയ ചെളിയിൽ കഴുത്തറ്റം മുങ്ങിയിട്ടും വലിയമ്മയെ 6 മണിക്കൂറോളം താങ്ങിപ്പിടിച്ച് രക്ഷിച്ച കൗമാരക്കാരനെ അഭിനന്ദിക്കുന്നതിനൊപ്പം പ്രത്യാശ പകരാനും രാഹുൽ ഗാന്ധി മറന്നില്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമെന്തെന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചപ്പോൾ ഹാനി പറഞ്ഞു, എനിക്ക് അമേരിക്കയിൽ പോയി പഠിക്കണം, എൻ്റെ ഉമ്മയെയും കൂടെ കൊണ്ടുപോകണം എന്നായിരുന്നു. അത്രയും പറയുമ്പോഴേക്കും ഹാനി വീണ്ടും കരഞ്ഞുപോയി. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കയ്ക്കും വാക്കുകൾ നഷ്ടപ്പെട്ടു. ഹാനിയുടെ പഠനത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു. വീടില്ലെന്ന ബുദ്ധിമുട്ട് വരില്ല, അതെന്റെ ഉറപ്പാണ്. രാഹുൽ ഇന്നത്തെ പരിപാടികൾ ഒഴിവാക്കി വയനാട്ടിൽ തുടരും. മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ സർവ്വതും നഷ്ടപ്പെട്ട് കണ്ണീരുമായി നിന്നവരോട് രാഹുൽ ഗാന്ധി പറഞ്ഞു, വീടില്ലെന്ന ദുഃഖം വേണ്ട, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടാകില്ല. സുരക്ഷിതമായ സ്ഥലത്ത് വീട് നൽകാൻ നടപടിയുണ്ടാകും. അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കും. ഇതെന്റെ ഉറപ്പാണ്. ഉരുൾപൊട്ടൽ മൂലം മകളുടെ വിവാഹം മുടങ്ങിയെന്ന വേദന പങ്കുവെച്ച് കരഞ്ഞ ഒരു വീട്ടമ്മയോട് രാഹുൽ പറഞ്ഞു, വിവാഹം ഞങ്ങൾ നടത്തിത്തരും. അതിനുവേണ്ട സൗകര്യങ്ങളുമായി ഞങ്ങളുടെ പ്രവർത്തകർ നിങ്ങളെ തേടിയെത്തും. വീട് നഷ്ടപ്പെട്ടവർ, ഉറ്റവരെ നഷ്ടപ്പെട്ടവർ, ജീവിതമാർഗമില്ലാതായവർ തുടങ്ങി പല ദുരിതങ്ങൾ നേരിടുന്നവർക്കൊപ്പം 3/4 മണിക്കൂറോളം അദ്ദേഹം ചിലവഴിച്ചു. ഇന്നലെ വൈകിട്ട് മടങ്ങാനായിരുന്നു മുൻ നിശ്ചയമെങ്കിലും ദുരിതത്തിന്റെ തീവ്രത കണക്കിലെടുത്ത് ഇന്നത്തെ പരിപാടികൾ ഒഴിവാക്കി വയനാട്ടിൽ തുടരാൻ തീരുമാനിച്ചു. ദുരിതബാധിതർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കുന്ന കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടിയാണിത്. ചൂരൽമല, ഈ ചിത്രം ഞാൻ വരച്ചതാ, ഒപ്പിട്ട് തരാമോ? സെന്റ് ജോസഫ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ രാഹുൽ ഗാന്ധിക്ക് ചുറ്റും കൂടിയ കുട്ടികളുടെ കൂട്ടത്തിൽ നിന്നൊരു മിടുക്കന്റെ ചോദ്യം. ഇത്രയും നന്നായി മോൻ വരച്ച ചിത്രത്തിൽ ഞാൻ എങ്ങനെയാ എൻ്റെ ഒപ്പിടുക? മോൻ ഇതിൽ ഒപ്പിട്ട് എനിക്ക് തരാമോ? ഞാൻ കൊണ്ടുപോകാം. ചുറ്റിലും ചിരി പടർത്തി രാഹുലിന്റെ മറുപടി. കുട്ടിയുടെ ഒപ്പ് വാങ്ങി ചിത്രം തനിക്ക് എത്തിക്കാൻ ഒപ്പമുണ്ടായിരുന്നവരെ രാഹുൽ ചുമതലപ്പെടുത്തുകയും ചെയ്തു. കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റു കുട്ടികളോട് രാഹുൽ ചോദിച്ചു, നിങ്ങൾ ഹാപ്പിയാണോ? നിങ്ങൾക്ക് എന്തെങ്കിലും വേണ്ടതുണ്ടോ? എല്ലാവരും മുഖാമുഖം നോക്കിയ ശേഷം പറഞ്ഞു തുടങ്ങി. ക്യാരംസ് ബോർഡ്, ഫുട്ബോൾ, ഷട്ടിൽ ബാറ്റ്, ടെന്നീസ് ബോൾ. കുട്ടികളുടെ ലിസ്റ്റിലെ എല്ലാ കളിക്കോപ്പുകളും വാങ്ങി നൽകാൻ രാഹുൽ ഒപ്പമുണ്ടായിരുന്നവർക്ക് നിർദ്ദേശം നൽകി. നിങ്ങൾക്ക് കേക്ക് വേണോ എന്ന് വീണ്ടും രാഹുലിന്റെ ചോദ്യം. ഞാൻ കേക്ക് കഴിക്കില്ലെന്നൊരാളുടെ ചടുലമായ മറുപടി. അതിലും വേഗത്തിൽ മറ്റുള്ള കുട്ടികൾ പറഞ്ഞു, അവന് വേണ്ടെങ്കിലും ഞങ്ങൾക്ക് വേണം. കേക്ക് വാങ്ങി നൽകാൻ നിർദ്ദേശം നൽകിയാണ് മടങ്ങിയത്.